ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോയ ചങ്ക്സ് കൊണ്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം. അതിലേക്ക് 1.5 കപ്പ് സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുതിർത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. കുതിർക്കാതെ അങ്ങനെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. 2-3 മിനിറ്റ് മതി. അപ്പോൾ തന്നെ സോയാബീൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. തിളക്കോളം മാത്രം ഫുള്ളായിട്ടുള്ള ഫ്ലെയിമിലിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് തിളച്ചിട്ട് മുകളിലേക്കൊക്കെ പോവുള്ളൂ. ഇതിങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, ഈ പത പോവുള്ളൂ കേട്ടോ. പിന്നെ ഇത് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിന് മുകളിലിങ്ങനെ ഒരു മരത്തിൻ്റെ തവി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തിളച്ച് തൂവി പോവില്ല. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ വെന്ത് വന്നിട്ട് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളയാം കേട്ടോ, വാർത്ത് കളയാം. എന്നിട്ടിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ മസാല പിടിക്കൂല കേട്ടോ. ഇപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് ഇതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കുക കേട്ടോ. വലുതായതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മതി, പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. സോയാബീനിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, പിന്നെ വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണും 1 ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയും ചേർത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു വലിയ തക്കാളി 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. ഞാനൊരു 1/4 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. സോയാബീനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി നമുക്കിത് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. സോയാബീനിൽ പെട്ടെന്ന് മസാല പിടിക്കൂല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ സോയാബീൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കണം കേട്ടോ, ഇങ്ങനെ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ 1 മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. എന്നാലാണ് ഇതിൽ മസാല പിടിക്കുള്ളൂ. ഇനി എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 4 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 തവണ തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് അടച്ച് വെച്ചിട്ട് നമ്മുടെ സോയാബീനൊക്കെ വെന്ത് വന്നിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ 3 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ഒരു പച്ച തക്കാളി വട്ടത്തിൽ നുറുക്കിയിട്ടുള്ളതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു ചെറിയ പുളിയും മധുരമൊക്കെ ആയിട്ട് ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചൂടോടെ തന്നെ നമ്മുടെ സോയ ചങ്ക്സ് ഗ്രേവി വിളമ്പിക്കോളൂ. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.